ശരിക്കും ഇന്ന് ഭയങ്കര വളരെ 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 സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസമാണ്. എനിക്കൊന്ന് നമ്മള് ഒരു രണ്ട് വർഷം മുമ്പ് സിനിമ ഒരുമിച്ച് ചെയ്യണമെന്ന് ഇനി പറയുന്നത് ആ ഒരു ആലോചനകൾ തുടങ്ങി സിനിമ ട്രാവൽ ചെയ്ത് തിയേറ്റേഴ്സിൽ വന്ന് നമ്മൾ ആഗ്രഹിച്ചേക്കാളും ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചേക്കാളും വലിയൊരു റെസ്പോൺസ് വന്ന് ആളുകൾ സ്വയം ഏറ്റെടുത്ത് നമ്മുടെ ഈ ഒരു ചെറിയ സിനിമ 25ാമത്തെ ദിവസം ആക്ച്വലി ചെറിയ സിനിമ 25ാമത്തെ ദിവസം തിയേറ്ററിൽ ഓടുക എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് വലിയൊരു സ്വപ്ന സാക്ഷാത്കാരമാണ്. സോ അത് സെലിബ്രേറ്റ് ചെയ്യേണ്ട ഒന്നാണ്, ആഘോഷിക്കേണ്ട ഒന്നാണ്. അപ്പൊ നമ്മുടെ ഹോൾ കാസ്റ്റും ക്രൂവും എല്ലാം വന്നിരിക്കുന്നതിൽ ഭയങ്കര സന്തോഷമാണ്. ഇവിടെ വന്നിരിക്കുന്ന എല്ലാ മീഡിയ ആൾക്കാർക്കും എന്റെ പേരിലും എന്റെ ടീമിന്റെ പേരിലും വലിയൊരു നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. ആനന്ദ് പറഞ്ഞേക്ക് തന്നെ പിന്നെ എനിക്ക് പറയാനുള്ള സന്തോഷമല്ലേ, ഇപ്പൊ സിനിമ എന്ന് കേൾക്കുമ്പോൾ ആളുകൾക്ക് ഒരു പേടിയുണ്ടല്ലോ. സിനിമ എന്തോ നമുക്ക് ഒരിക്കലും ആക്സസ് ചെയ്യാൻ പറ്റാത്തൊരു സാധനമാണെന്നുള്ള തരത്തിലുള്ള ഒരു പേടിയുണ്ട് പല ആളുകൾക്കും. അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് സിനിമ ചെയ്യാൻ പറ്റുമെന്നുള്ളത് എനിക്ക് തോന്നുന്നു നമ്മൾ ആ ഒരു അങ്ങനെയുള്ള ഒരു പേടി നമ്മൾ ഈ സിനിമയെ കൂടി ബ്രേക്ക് ചെയ്തു. കാര്യം ഞങ്ങള് ഒരുപാട് നാടകക്കാർ അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് ആളുകൾ ചേർന്ന് ചെയ്തൊരു സിനിമ 25 ദിവസം തിയേറ്ററിൽ നിന്നു എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യമാണ്. കാര്യം ഇന്നത്തെ കാലത്ത് ഏറ്റവും ഹിറ്റ് എന്ന് പറയുന്ന സിനിമകൾക്കാണ് 25 ദിവസത്തെ റണ്ണുള്ളത്. അപ്പൊ നമ്മളുടെ സിനിമ 25 ദിവസം തിയേറ്ററിൽ ഇപ്പോഴും 10ഓളം തിയേറ്ററിൽ പടം നിൽക്കുന്നു എന്ന് പറയുന്നത് ഇത് ഏറ്റവും സന്തോഷം കിട്ടുന്ന കാര്യം. ഇതൊരു മാതൃകയാക്കപ്പെടേണ്ട സിനിമയാണെന്നുള്ളതാണ്. കാര്യം ഇൻസ്പയർഡ് ആകുക എന്ന് പറയുന്ന ഒരു സാധനമുണ്ടല്ലോ. ഇനി ഇത്തരം ക്രിയേറ്റീവ് ആയിട്ടുള്ള ഇത്തരം ഹോണസ്റ്റ് ആയിട്ടുള്ള ടീമിനെ മുന്നോട്ട് വരിക. സിനിമയെ ഭയപ്പെടേണ്ട കാര്യമില്ല. നിങ്ങളുടെ വിഷൻ കറക്റ്റ് ആണ്, അല്ലെങ്കിൽ ലീഡ് ചെയ്യാൻ ഒരു പ്രോപ്പർ ലീഡർ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നമ്മൾ ചെയ്ത പോലെ നല്ല സിനിമ ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അതേ സന്തോഷവും പിന്നെ പ്രത്യേകിച്ച് നിങ്ങളോട് വീണ്ടും നമുക്ക് പറഞ്ഞ എന്റെ വില കുറയ്ക്കുന്നില്ല. താങ്ക് യു, താങ്ക്സ് ഫോർ. പറയാനുള്ളത് നല്ല സിനിമയായിട്ട് വന്നാൽ ഞങ്ങളുണ്ട് കൂടെ എന്ന് അവർ അടിവറായിട്ട് ഉറപ്പിച്ചിരിക്കുന്ന ഒരു സിനിമയാണ് ആട്ടം. ഒരുപാട് നന്ദിയുണ്ട് എല്ലാ പ്രേക്ഷകരോടും. ഇനിയും ഇതുപോലെ വരുന്ന നല്ല നല്ല സിനിമകൾക്കൊപ്പം നിങ്ങൾ ഉണ്ടാവണം. ഞങ്ങൾ ഇനിയും ഇതുപോലുള്ള ശ്രമങ്ങളുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരും. താങ്ക് യു സോ മച്ച്. എസ്പെഷ്യലി ഇതുപോലത്തെ ആക്ടേഴ്സിനോട് വർക്ക് ചെയ്യാനുള്ള ആ അവസരം കിട്ടിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. പ്രേക്ഷകരെല്ലാം ഏറ്റെടുത്ത് അവരെങ്കിലും അക്സെപ്റ്റ് ചെയ്തു. വെരി വെരി ഹാപ്പി. ഇനി ഓഡിയൻസിനോട് അതുപോലെ തന്നെ ഈ സിനിമയിൽ 9 പുതിയ നായകന്മാരുണ്ട്. അവരെല്ലാരും ഇവിടെ ഉണ്ട്. ഭയങ്കര സന്തോഷമുള്ള കാര്യം വെച്ചാല് ആദ്യം സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ഇവരെയൊന്നും ആരും അറിയുന്നില്ല. ഇവർ വളരെ പുറകോട്ട് നിൽക്കുന്നു. ഇന്റർവ്യൂസിലൊന്നും ഇവരാരും മുമ്പോട്ട് വരുന്നില്ല. പക്ഷെ ഇപ്പൊ ഇവര് പല സ്ഥലത്ത് ഉദ്ഘാടനങ്ങളിൽ പോകുന്നു, പല വേദികളിൽ നിന്ന് പത്രങ്ങളിൽ ഇന്റർവ്യൂ എല്ലായിടത്തും ഇന്റർവ്യൂ. അങ്ങനെ 9 പുതിയ നായകന്മാരെ കൂടെ കൊണ്ടുവരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. അതുപോലെ അനിരുദ്ധ് ഉണ്ട്. അനിരുദ്ധിന്റെ ആദ്യത്തെ സിനിമയാണ്. അത് സിനിമാറ്റോഗ്രാഫർ. ഇവിടെ ഗംഭീര എഡിറ്ററുണ്ട്. മഹേഷ് ഉണ്ട്. അങ്ങനെ അപ്പൊ നമുക്ക് എനിക്കൊന്ന് ആഘോഷിക്കാം. യാത്ര ഉണ്ടാകാനുള്ള കാരണക്കാരൻ നമ്മുടെ സിനിമയിലെ നായക കഥാപാത്രമാണ്. ഒരു വലിയ സന്തോഷം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആള് ഇവിടെ അദ്ദേഹം ദുബായിലാണ്. അദ്ദേഹം എത്തിയിട്ടില്ല. നമ്മുടെ പ്രൊഡ്യൂസറാണ്. ഒരുപക്ഷെ ഈ സിനിമ ഇത്രയും ബാക്ക് ചെയ്ത എനിക്കൊരു ആദ്യത്തെ സംവിധായകന്, ഒരു ആദ്യത്തെ സിനിമ ചെയ്യുന്ന ഒരു സംവിധായകന് ഇത് കൂടുതൽ ഒരു മികച്ച പ്രൊഡ്യൂസറിനെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ ആണ്. അതുകൊണ്ട് അദ്ദേഹത്തോട്, ഡോക്ടർ അജിത് ജോയ് എന്ന് പറയുന്ന അദ്ദേഹത്തോട്, ജോയ് മൂവി പ്രൊഡക്ഷൻസിനോട് നമുക്ക് തീർത്താൽ തീരാതെ നന്ദിയാണ്. കാരണം ഇങ്ങനൊരു സിനിമ സപ്പോർട്ട് ചെയ്തതിനും എല്ലാ രീതിയിൽ പ്രൊമോട്ട് ചെയ്തതിനും ആളുകളിലേക്ക് എത്തിച്ചതിനും ഈ സിനിമ ഉണ്ടാക്കിയത്. സോ ബിഗ് താങ്ക് യു. സംഗീതം ഈ പടം കഴിഞ്ഞ് 25ാം ദിവസം സംഗീതം കിട്ടിയതില്ല എനിക്ക് ഭയങ്കര സന്തോഷം. മറ്റു സിനിമകളിലേക്ക് പോയെങ്കിലും വീണ്ടും ജനപ്രിയ സംഗീതയ്ക്ക് തോന്നി. അതെ, ഫെസ്റ്റിവൽ. അപ്പൊ അത് ഫെസ്റ്റിവൽ കാണാൻ കഴിഞ്ഞ് അതിന്റെ ഒരു സ്വീകാര്യതയ്ക്ക് ശേഷം തിയേറ്ററിലും അത്രയും നല്ലൊരു സ്വീകാര്യത കിട്ടും. നമ്മൾ ആഘോഷിക്കണം. 25 ദിവസം കഴിഞ്ഞിട്ടില്ല, ഇനിയും തുടരും. 25 ദിവസം നമ്മൾ ആഘോഷിക്കണം.
ഹായ് ഹായ് എങ്ങനെയാണ് ആദ്യം നമ്മുടെ നായികയുടെ സംഗീതോട് ആ പേരിലൊരു കരുത്തിൽ വേണ്ട. എല്ലാം പ്രത്യേകിച്ചൊന്നും അല്ലാത്ത നന്ദി. വലിയ തെറ്റില്ലാത്ത നന്ദന് പുതിയ മാനേജറൊക്കെ വന്നിട്ടോ അറിഞ്ഞോ വൈശാഖിനോട് കേട്ടോ അല്ലെങ്കിൽ ആകെ പ്രശ്നമൊന്നും പ്രത്യേകിച്ച് നമ്മുടെ പോലത്തെ സിനിമയ്ക്ക് അനിവാര്യമാണ്. കോഴിക്കോട് സിറ്റി പോലീസ്. അതെ, സിനി പോലീസിന്റെ ഈ സപ്പോർട്ട് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. താങ്ക് യു സോ മച്ച്. നല്ല സിനിമ തന്നെ. താങ്ക്സ്. താങ്ക് യു താങ്ക് യു താങ്ക് Thank you.